56 നെഞ്ചളോ പ്രഘോഷണങ്ങളും ആർഭാടങ്ങളും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യൻ പരിഹാസങ്ങളില്ലാത്ത പതിഞ്ഞ ശബ്ദത്തിലാണെങ്കിലും സൂചീമന മൂച്ചിൽ എതിരാളിക്കോട്ടയിൽ തുളഞ്ഞു കയറുന്ന വജ്രവാക്കുകൾ രാജ്യം കേൾക്കരുത്. അത് തീഹാറിൽ ഞെരങ്ങിയൊടുങ്ങണമെന്നൊരു പൊളിറ്റിക്കൽ പ്രൊജക്ട് പൂക്കുറ്റി പോലെ ചിതറിയ ദിവസം എന്ന് പറയലാണ്. ഘട്ടം 3 കഴിയുമ്പോഴേക്കും അട്ടിമറി ആത്മവിശ്വാസത്തിൽ പ്രതിപക്ഷത്തിന് അതൊരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം രാജ്യം കണ്ടതാണ്. അവിശുദ്ധ വഴിയിൽ ബിജെപിയുടെ ഖജാനപ്പെട്ടിയിലേക്ക് കോടികൾ തള്ളിക്കൊടുത്തൊരുത്തൊരു മാപ്പുസാക്ഷിയുടെ വെറും വാക്കുബലത്തിൽ ഒരു സംസ്ഥാന ഭരണാധികാരിക്ക് അടിച്ചുകൊടുത്ത ജയിൽ വാറണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ സൗകര്യമില്ല എന്നൊരു മാരക രാഷ്ട്രീയ നീക്കത്തിൽ അതൊരു പിഴച്ച നീക്കം, സ്ട്രാറ്റജിക് ബ്ലണ്ടറാണ്. നീഡിയുടെ മേലാളന്മാർക്ക് അന്നേ ബോധ്യപ്പെട്ടതാണ്. ജയിൽ കാ ജവാബ് വോട്ടുസേ, ഈ അനീതിക്ക് മറുപടി വോട്ടിലൂടെ എന്നൊരു മുദ്രാവാക്യത്തിൽ ആ മഹാനഗരം മഹാസമുദ്രമാക്കി മാറ്റി കമ്പരപ്പോടെ കണ്ടതാണ് രാജ്യം. പ്രമേഹം കൂട്ടാൻ കെജ്രിവാൾ മാങ്ങാ കഴിക്കുന്നേ എന്നൊക്കെ ഉളുപ്പില്ലാത്ത വാദങ്ങൾ നിരത്തി നാണം കെട്ടൊരു പ്രീമിയർ ഏജൻസി അവസാന നിമിഷം വരെ കെട്ടിപ്പൊക്കെ ചക്രവ്യൂഹങ്ങൾ പൊളിച്ചിട്ട് ആ മഹാസമുദ്രത്തിന് നടുവിലേക്ക് ഇനി അരവിന്ദന്റെ വരവാണ്. വല്ലാത്തൊരു സംഹാര ശക്തിയിൽ ഡൽഹിയിൽ, പഞ്ചാബിൽ, ഹരിയാനയിൽ ആപ്പിന്റെ ശക്തി കേന്ദ്രങ്ങൾ മാത്രമല്ല, ബീഹാറിന്റെ ഇരുമ്പ് ജയിൽപ്പാടുകൾ തുറക്കുന്ന ലോഹശബ്ദം ചാസോ പാർന്ന മോഹത്തോട്ടകൾക്ക് മേൽ ആഞ്ഞു പെയ്യുന്ന ആശീർവാദം ഇടുത്തിയാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ട ഗ്യാരണ്ടി ഗുരുവാണങ്ങളുടെ കാറ്റുപോയി പച്ചവർഗീയതയിൽ പരമത വിദ്വേഷത്തിന്റെ കെട്ടവാക്കുകൾ കൊണ്ട്